നമസ്കാരം. ഭാരതം അനീതിക്കെതിരെ ഗർജിക്കുന്ന സിംഹമാണെന്ന് നരേന്ദ്രമോദി സർക്കാർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ലോകം മുഴുവൻ സമാധാനത്തിനു വേണ്ടി ദാഹിക്കുമ്പോൾ അയൽ രാജ്യങ്ങളിൽ ചോരപ്പുഴ ഒഴുക്കി ആനന്ദം കണ്ടെത്തുന്ന പാകിസ്ഥാന്റെ വികൃത മുഖം ഇപ്പോൾ കാബൂളിലെ ആ നിഷ്കളങ്കരായ മനുഷ്യരുടെ ചോരയിൽ മുങ്ങി നിൽക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലെ ആശുപത്രിക്ക് നേരെ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണം അങ്ങേയറ്റം ഭീരുത്വപരവും മനുഷ്യത്വമില്ലാത്തതുമായ കാടത്തമാണെന്ന് ഭാരതം ലോകത്തോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു നേരം ആഹാരം കൊടുക്കാൻ ഗതിയില്ലാത്ത, ലോകത്തിനു മുന്നിൽ ഭിക്ഷാപാത്രവുമായി നിൽക്കുന്ന ഒരു രാജ്യം ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെയും പിഞ്ചു കുഞ്ഞുങ്ങളുടെയും തലയിലേക്ക് ബോംബിടാൻ പണം കണ്ടെത്തുന്നത് എത്ര വലിയ ക്രൂരതയാണ്. ഭാരതീയ വിദേശകാര്യ മന്ത്രാലയം ഈ ആക്രമത്തെ വിശേഷിപ്പിച്ചത് അങ്ങേയറ്റം മനസാക്ഷിയില്ലാത്ത ഭീരുത്വപരമായ നടപടി എന്നാണ്. യുദ്ധമുഖത്ത് പോലും ലോകം ആദരിക്കുന്ന നിയമങ്ങൾ പാകിസ്ഥാൻ കാറ്റിൽ പറത്തിയിരിക്കുന്നു. ഒരു യുദ്ധത്തിൽ പോലും ആശുപത്രികൾ ആക്രമിക്കാൻ പാടില്ലെന്ന അന്താരാഷ്ട്ര നിയമങ്ങളെ പാകിസ്ഥാൻ വെല്ലുവിളിക്കുമ്പോൾ അവർക്ക് തക്കതായ മറുപടി നൽകാൻ ഭാരതത്തിന് മാത്രമേ കഴിയൂ എന്ന് ഇന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പം ഇന്ത്യ എന്നും ഉണ്ടാകുമെന്ന ഉറച്ച സന്ദേശമാണ് ഇതിലൂടെ മോദി സർക്കാർ നൽകുന്നത്. അഫ്ഗാനിലെ ചോര വീണ മണ്ണിൽ നിന്നും പാകിസ്ഥാന്റെ പതനം തുടങ്ങുകയാണെന്ന് ഓരോ ഇന്ത്യക്കാരനും ഇന്ന് തിരിച്ചറിയുന്നു. അഫ്ഗാൻ ക്രിക്കറ്റ് ഇതിഹാസം റാഷിദ് ഖാൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ സ്വന്തം രാജ്യത്തിന് നേരെയുള്ള ഈ കാടത്തത്തിനെതിരെ പരസ്യമായി ശബ്ദമുയർത്തിയത് ഇന്ത്യ നൽകുന്ന ആത്മവിശ്വാസത്തിന്റെ ഫലമാണ്. ലോകം മുഴുവൻ പാകിസ്ഥാനെ ഒരു ഭീകര രാഷ്ട്രമായി മാറ്റി നിർത്തുമ്പോൾ അവിടെ സമാധാനത്തിന്റെ കാവലാളാകുന്നത് ഇന്ത്യയാണ്. അഫ്ഗാനിസ്ഥാനിലെ പാവപ്പെട്ടവർക്ക് ഭക്ഷണവും മരുന്നും നൽകി സഹായിക്കുന്ന മോദി സർക്കാർ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത് ലോകം മുഴുവൻ ആദരവോടെയാണ് നോക്കിക്കാണുന്നത്. പാകിസ്ഥാൻ സൈന്യം നടത്തിയ ഈ കാടത്തം അവരുടെ അന്ത്യത്തിന്റെ തുടക്കമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. സ്വന്തം രാജ്യത്തെ സാമ്പത്തിക തകർച്ചയിൽ നിന്നും ആഭ്യന്തര കലാപങ്ങളിൽ നിന്നും ലോകത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ പാകിസ്ഥാൻ കണ്ടെത്തിയ ഈ കുറുക്കുവഴി അവർക്ക് തന്നെ കുരുക്കായി മാറുകയാണ്. വരും ദിവസങ്ങളിൽ ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ ഈ വിഷയം ഉന്നയിച്ച് പാകിസ്ഥാനെ പൂട്ടാൻ ഭാരതം ഒരുങ്ങിക്കഴിഞ്ഞു. ഭാരതത്തിന്റെ അതിർത്തിയിൽ തീവ്രവാദികളെ അയച്ച് കളിപ്പിക്കാൻ നോക്കിയ പാകിസ്ഥാൻ ഇപ്പോൾ സ്വന്തം അയൽ രാജ്യങ്ങളിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ആഗോളതലത്തിൽ നാണം കെട്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ കരുത്തുറ്റ നയതന്ത്രം പാകിസ്ഥാനെ ചതുപ്പുനിലത്തിൽ തളച്ചിട്ടിരിക്കുകയാണ്. ഇനി അവർക്ക് രക്ഷപ്പെടണമെങ്കിൽ ഭാരതത്തിന് മുന്നിൽ മുട്ടുമടക്കുകയല്ലാതെ മറ്റു വഴികളില്ല. അഫ്ഗാനിസ്ഥാനിലെ ചോര വീണ ആശുപത്രികളിൽ നിന്നുയരുന്ന നിലവിളികൾക്ക് മറുപടി നൽകാൻ മോദി സർക്കാർ മുന്നിലുണ്ട്. പാകിസ്ഥാന്റെ ഓരോ തരികിടയ്ക്കും ഇരട്ടി പ്രഹരം നൽകുന്ന ഒരു പുതിയ ഇന്ത്യയുടെ കരുത്ത് കണ്ട് ലോകം അത്ഭുതപ്പെടുകയാണ്. അനീതിക്കെതിരെയും ഭീകരവാദത്തിനെതിരെയും ഭാരതം നയിക്കുന്ന ഈ പോരാട്ടത്തിൽ സത്യം വിജയിക്കുമെന്ന് ഉറപ്പാണ്. മോദി ഭരണത്തിന് കീഴിൽ സുരക്ഷിതമായ ഭാരതവും ശക്തമായ വിദേശ നയവും ഇന്ന് ഓരോ ഇന്ത്യക്കാരന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.